ഒരേ സമയം ഇപ്പോൾ നമുക്കിപ്പം ഷഹദ് കൂടി ചേരുന്നുണ്ട്. ഷഹദ് ഇപ്പോൾ നിൽക്കുന്നത് എവിടെയാണ്? ഷഹദ് നിൽക്കുന്ന സ്ഥലത്തും വലിയ വെള്ളക്കെട്ടാണ് എന്നറിയുന്നു. വെള്ളം കുത്തിയൊലിച്ചു വരുന്ന കാഴ്ചകൾ പലയിടങ്ങളിൽ നിന്ന് നമ്മൾ കാണുന്നുണ്ട്. റോഡിലേക്ക് വെള്ളം കയറുന്നുണ്ട്. ഇനി വരുന്ന മണിക്കൂറുകളും വളരെ നിർണായകമാണ്. അടുത്ത 3 മണിക്കൂർ റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. തീവ്രമഴ നമ്മൾ കരുതിയിരിക്കണം. പുഴകളിൽ ജലനിരപ്പ് ഉയരുകയാണ് എന്നാണ് ഇപ്പോൾ വരുന്ന വിവരം. എന്താണ് ഷഹദ് നിൽക്കുന്ന സ്ഥലത്തെ അവസ്ഥ? എവിടെയാണ് ഷഹദ് നിൽക്കുന്നത്? അരുൺകുമാർ, ഞാൻ നിൽക്കുന്നത് കോഴിക്കോട് നഗരത്തിൽ തന്നെയുള്ള കൊമ്മേരി എന്ന് പറയുന്ന സ്ഥലത്താണ്. ഇത് കുറച്ച് താഴ്ന്ന പ്രദേശമാണ്. ആ മേഖലയിലാണ് ഇത്തരത്തിൽ വലിയ രീതിയിൽ വെള്ളം ഉയർന്നിട്ടുള്ളത്. അതുകൊണ്ട് ഈ വഴിക്കുള്ള, അതായത് ചെറിയ വാഹനങ്ങളുടെ ഗതാഗതം പൂർണ്ണമായിട്ടും തടസ്സപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് ഇപ്പോൾ ഇവിടെ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതായത് ബൈക്ക്, കാർ ഉൾപ്പെടെയുള്ള വാഹനങ്ങൾക്ക് പോകാൻ സാധിക്കില്ല. നമുക്ക് ദൃശ്യങ്ങൾ കാണാൻ സാധിക്കുന്നത് ഒരു ബസ് പോകുന്നതാണ്. ആ ബസ്സൊക്കെ പോകുന്നുണ്ട്, പക്ഷേ മറ്റ് വാഹനങ്ങൾക്കൊന്നും കാര്യമായിട്ട് ഇതുവഴി പോകാൻ സാധിക്കില്ല എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ ഈ കോഴിക്കോട് നഗരത്തിന്റെ വിവിധ ഇടങ്ങളിൽ, പ്രത്യേകിച്ച് ഈ മലയോര മേഖലകളിലൊക്കെ തന്നെ അതിശക്തമായിട്ടുള്ള മഴയാണ് പെയ്യുന്നത് എന്നുള്ളതാണ്. പ്രത്യേകിച്ച് ഈ ഈങ്ങാമ്പുഴ ഉൾപ്പെടെയുള്ള മേഖലകളിൽ ഈ റോഡിലൊക്കെ വെള്ളം കയറിയിട്ട് വലിയ രീതിയിൽ ഗതാഗതം തടസ്സപ്പെടുന്ന സാഹചര്യമുണ്ട്. ഒപ്പം തന്നെ ഈ നമുക്കറിയാം, കഴിഞ്ഞ തവണയൊക്കെ ഉരുൾ പൊട്ടിയിട്ടുണ്ടായിരുന്ന വിലങ്ങാട് ഉൾപ്പെടെയുള്ള മേഖലകൾ, ആ മേഖലകളിൽ വലിയ രീതിയിൽ വെള്ളം കയറിയിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും, ഒരു ബൈക്ക് യാത്രക്കാരനാണ് ഇപ്പോൾ ഈ റോഡിലേക്ക് പോയിട്ടുണ്ടായിരുന്നത്. പക്ഷേ വലിയ രീതിയിൽ വെള്ളം ഉള്ളതുകൊണ്ട് തന്നെ ഇപ്പോൾ മുന്നോട്ട് പോകാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ്. അപ്പോൾ ആ യുവാവ് ഓപ്പോസിറ്റിൽ നിന്നും ഒരു വാഹനവും വരുന്നുണ്ട്. അതുകൊണ്ട് കൃത്യമായിട്ട് നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല. വാഹനം ഓഫ് ആവുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒപ്പം തന്നെ ഈ താഴ്ന്ന മേഖലകളിലേക്ക് പോകുന്ന ആളുകളോടാണ് ഇത്തരത്തിൽ പലയിടങ്ങളിൽ വെള്ളം വലിയ രീതിയിൽ ഉയർന്നിട്ടുണ്ടാകും. അതുകൊണ്ട് ഇരുവശങ്ങളിലും തോടുകളുണ്ടോ, അതുപോലെ തന്നെ മറ്റെന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത്, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള അപകടം പതിയിരിക്കുന്നുണ്ടോ എന്നത് സംബന്ധിച്ച് ഒരുപക്ഷെ ആദ്യമായിട്ട് ആ വഴിക്ക് പോകുന്ന ആളുകൾക്ക് അറിയാൻ സാധിക്കില്ല. ഇപ്പോൾ അതാണ് ഈ സംഭവിച്ചിട്ടുള്ളത്. ഈ യുവാവ് ബൈക്കുമായി പോകുന്ന ഘട്ടത്തിൽ തന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതായത് നമ്മൾ ഈ ലൈവ് ചെയ്യുന്ന സമയത്ത് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങോട്ട് വാഹനങ്ങൾ പോകില്ല എന്നുള്ളത്. പക്ഷേ യുവാവ് ആ വാഹനവുമായിട്ട് അങ്ങോട്ട് പോയതാണ്. അതിനിടയിലാണ് ഇപ്പോൾ അവിടെ ആ വാഹനം പെട്ടിട്ടുള്ളത്. അപ്പോൾ അറിയാത്ത, അല്ലെങ്കിൽ സ്ഥിരമായി പോകുന്ന ആളുകൾക്ക് പോലും കൃത്യമായിട്ട് ഈ വെള്ളം വലിയ രീതിയിൽ ഉയർന്ന പശ്ചാത്തലത്തിൽ കൃത്യമായിട്ട് വഴി മനസ്സിലാകാൻ പറ്റാത്ത ഒരു സാഹചര്യമുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടിട്ടുള്ള കാര്യം. ഇത് കോഴിക്കോട് നഗരത്തിലെ കൊമ്മേരി എന്ന് പറയുന്ന സ്ഥലമാണ്. പ്രത്യേകിച്ച് ചെറിയ മഴ പെയ്യുമ്പോഴേക്കും വലിയ രീതിയിൽ വെള്ളക്കെട്ട് രൂപപ്പെടുന്ന ഒരു ഇടം കൂടിയാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടിട്ടുള്ള കാര്യം. കോഴിക്കോട് നഗരത്തിന്റെ വിവിധ ഇടങ്ങളിൽ സമാനമായ രീതിയിൽ സംശയമുണ്ട്. ഒരു ചേട്ടൻ അങ്ങോട്ട് പോയി ബൈക്ക് ഓഫായി, ഇതാ ഇപ്പോൾ ആ വെള്ളക്കെട്ടിലൂടെ ബൈക്ക് തിരികെ കൊണ്ടുവരുന്ന കാഴ്ചയാണ് കാണുന്നത്. വേറൊരു ചേട്ടൻ ബൈക്കുമായിട്ട് അങ്ങോട്ട് പോയിട്ടുണ്ട്. എന്താവോ എന്തോ, അവിടെ മുട്ടോളം വെള്ളത്തിലാണ് അവിടെ ഉള്ളത്. തൊട്ടടുത്തുള്ള സ്ഥലങ്ങളിൽ നിന്ന് വെള്ളക്കെട്ട് രൂപപ്പെട്ട കാരണം തോട് തിരിച്ചറിയാൻ പറ്റാത്ത അവസ്ഥയാണ്. പ്രേക്ഷകർ ഇപ്പോൾ കാണുന്ന ദൃശ്യങ്ങൾ കുത്തിയൊലിച്ചു വരുന്ന വെള്ളം വിലങ്ങാട് നിന്നുള്ള ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. വിലങ്ങാട് നല്ല മഴ പെയ്തിട്ടുണ്ട്. വെള്ളം കുത്തിയൊലിച്ചു വരുന്നു. കലക്ക വെള്ളമാണ് വരുന്നത്. മലവെള്ളപ്പാച്ചിൽ എന്ന് വേണമെങ്കിൽ പറയാം. അതാണ് പ്രേക്ഷകർ വിലങ്ങാട് നിന്ന് കാണുന്നത്. ഏകദേശം റോഡിന് ആ പാലത്തോട് ചേർന്ന്, വിലങ്ങാട് പാലത്തിനോട് ചേർന്ന് വരെ വെള്ളം എത്തിയിട്ടുണ്ട്. പാലത്തിലേക്ക് വെള്ളം കയറുന്നുണ്ട് ചെറുതായിട്ട്. അത് ദൃശ്യങ്ങളിൽ പ്രേക്ഷകർക്ക് കാണാം. നല്ല മഴയാണ്. ഇനി വരുന്ന 3 മണിക്കൂറും നല്ല മഴയ്ക്കുള്ള സാധ്യതയുണ്ട് എന്നുള്ള വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. നമ്മൾ പലയിടങ്ങളിൽ നിന്നുള്ള ദൃശ്യങ്ങൾ തത്സമയം കൊടുക്കുന്നു. കോലാഹലമേട്ടിലേക്ക് നമ്മൾ അല്പസമയത്തിനുള്ളിൽ അവിടുത്തെ ദൃശ്യങ്ങൾ കൂടി പ്രേക്ഷകർക്ക് നൽകാം.